അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. ഷാമിൽ ഫ്ലൈറ്റ് ഇറങ്ങി വിതുമ്പുന്ന മനസ്സോടെ തൻ്റെ പ്രിയപ്പെട്ട ഉമ്മുൽ ഖൈറുമ്മയെ കാണണം. ഒരു പക്ഷേ അവരെ കണ്ടാൽ എൻ്റെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളുമെല്ലാം മാറിയേക്കും. എന്തെന്നറിയില്ല, എന്നും അവൻ വിളിച്ചു പറഞ്ഞിട്ടാണ് വരാറുള്ളത്. തന്നെ വിളിച്ചിരുന്നു, പക്ഷെ ഇപ്പോഴില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരിക്കൽ പോലും ഉമ്മുൽ ഖൈർ വിചാരിച്ചിട്ടുണ്ടാവില്ല ഷാമിലിൻ്റെ ഈ ഒരു വരവ്. ടാക്സി പതുക്കെ ആ വിശാലമായ റോഡിലൂടെ മുന്നോട്ട് പോയി. ഇരുവശവും ഉയർന്ന ഈന്തപ്പനകൾ, അതിനപ്പുറം കണ്ണെത്താ ദൂരത്തോളം നീണ്ടുകിടക്കുന്ന അജുവ ഈത്തപ്പഴത്തോട്ടങ്ങൾ, തിളച്ചു പൊള്ളുന്ന മരുഭൂമിക്കാറ്റ്, അകലെയായി വെളുത്ത മാർബിളിൽ തീർത്ത കൊട്ടാരം, ആ കൊട്ടാരത്തിൻ്റെ മുകളിലായി പാറിക്കൊണ്ടിരിക്കുന്ന സൗദിയുടെ പതാക. ആ കാഴ്ച കണ്ട നിമിഷം തന്നെ ഷാമിലിൻ്റെ ഹൃദയം വിറച്ചു. ഉമ്മുൽ ഖൈർ, അവൻ്റെ ചുണ്ടുകൾ അറിയാതെ മന്ത്രിച്ചു. 18-ാം വയസ്സിൽ ജീവിതത്തിൻ്റെ ഭാരവുമായി നാട്ടിൽ നിന്ന് ആദ്യമായി വിമാനത്തിൽ കയറിയപ്പോൾ സ്വന്തം ഉമ്മയുടെ സ്നേഹം നഷ്ടപ്പെട്ടിരുന്ന ആ അനാഥ മനസ്സിനെ ആദ്യമായി നെഞ്ചോട് ചേർത്തത് ഈ വീട്ടിലെ ഉമ്മുൽ ഖൈർ ആയിരുന്നു. ആദ്യ ദിവസം അവൻ ആ മൂലയിൽ പേടിച്ച് നിന്നുകൊണ്ടിരുന്നു. അറബി വീട്ടിൽ ജോലി ചെയ്യേണ്ടി വരുമെന്ന ഭയം. അതെ, എന്ത് ജോലി ചെയ്യും ഒന്നും എനിക്കറിയുന്നില്ല. ചെറിയ ബാലനായിരുന്നു വന്നപ്പോൾ. ഭാഷ അറിയാത്ത വിഷമം. ശരിക്കും അവനാകെ വിഷമത്തിലിരിക്കുകയാണ്. വീട്ടിലെ പ്രാരാബ്ദങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അവനെ ഇങ്ങോട്ടെത്തിച്ചു. കരഞ്ഞുകൊണ്ടിരിക്കുന്ന അവനെ കണ്ടപ്പോൾ ഉമ്മുൽ ഖൈർ അടുക്കളയിൽ നിന്ന് ഒരു ഗ്ലാസ് പാല് കൊണ്ടുവന്ന് അവൻ്റെ കയ്യിൽ കൊടുത്തിരുന്നു. അതെല്ലാം അവൻ ഓർത്തു. അറബിയിൽ എന്തൊക്കെയോ പറഞ്ഞിരുന്നു, അവന് മനസ്സിലായില്ല. പക്ഷേ ആ കണ്ണുകളിലെ സ്നേഹം അവൻ മനസ്സിലാക്കി. അന്നു മുതൽ ഷാമിൽ ഭക്ഷണം കഴിച്ചോ? ഷാമിൽ ക്ഷീണമുണ്ടോ? ഷാമിൽ എന്തു പറ്റി? നിനക്ക് പനിയുണ്ടോ? മുഖം വല്ലാണ്ടിരിക്കുന്നു എന്ന് ചോദിച്ചിരുന്നത് സ്വന്തം ഉമ്മയെപ്പോലെ ആയിരുന്നു. ഈദ് വന്നാൽ, പെരുന്നാൾ വന്നാൽ പുതിയ വസ്ത്രം, റമദാൻ വന്നാൽ ഒരുമിച്ചിരുന്ന് നോമ്പുതുറ. അസുഖം വന്നപ്പോൾ ആശുപത്രിയിലേക്ക് സ്വന്തം മകനെ പോലെ കൂട്ടിക്കൊണ്ടുപോയതുപോലും ഉമ്മുൽ ഖൈറായിരുന്നു. അതെ, ഒരു സെർവൻറ്റിനെ വിളിച്ച് അങ്ങനെ പോകും, ഡ്രൈവറെ വിളിച്ച്. അതെല്ലാം ഓർത്തപ്പോൾ ഷാമിലിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ടാക്സി പതുക്കെ ആ വലിയ ഇരുമ്പ് ഗേറ്റിന് മുമ്പിൽ നിന്നു. ഷാമിൽ കൂലി കൊടുത്തു. ചെറിയ ബാഗ് മാത്രം തോളിലേറ്റി അവനിറങ്ങി. 2 ജോഡി വസ്ത്രങ്ങൾ, പിന്നെ ഒരു ഖുർആൻ എടുത്തിട്ടുണ്ട്, ചെറിയൊരു ഖുർആൻ. ഇനിയൊരു പക്ഷേ നെറ്റ്വർക്ക് അവൈലബിൾ അല്ലാത്ത സ്ഥലങ്ങളിൽ വെച്ച് ഖുർആൻ പാരായണം ചെയ്യാൻ തോന്നുമ്പോൾ അതുകൊണ്ട് അവനത് കരുതിയിരുന്നു. പിന്നെ ഫോണ്, വാച്ച്, അത്രമാത്രം. അവൻ്റെ സമ്പാദ്യവും ജീവിതവും അത്രേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാം കുടുംബത്തിന് വേണ്ടിയിട്ടൊക്കെ ചെലവഴിച്ചു. എന്നാൽ ഉമ്മുൽ ഖൈർ, അതെ, എളാമയുടെ അല്ലെങ്കിൽ മാജിത്തയുടെ കല്യാണത്തിന് വേണ്ടി തന്ന സ്വർണം, അതൊക്കെ എൻ്റെ അക്കൗണ്ടിലേക്ക് ഒന്നരി ക്യാഷ് ഇട്ടു. അതുകൊണ്ട് മുഴുവനായിട്ട് വാങ്ങി, ഒന്നും മിച്ചം വെച്ചില്ല. അവൻ പതുക്കെ ഗേറ്റിലേക്ക് കടന്നു, ഓരോന്ന് ആലോചിച്ചുകൊണ്ട്. പക്ഷേ എന്തോ വ്യത്യാസം ഉണ്ടായിരുന്നു. മുമ്പ് കണ്ടിരുന്ന കാവൽക്കാരനല്ല, പുതിയ സെക്യൂരിറ്റി. സൈനിക യൂണിഫോമിൽ ഉയരം കൂടിയ ഒരു അറബി. അയാൾ കൈ ഉയർത്തി. വഖഫ്. ഷാമിൽ നിന്നു. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. അന ഷാമിൽ. ഷാമിൽ? അയ്യോ കുന്തു അഹ്മനൂന. ഞാനിവിടെ മുമ്പ് ജോലി ചെയ്തിരുന്നു എന്ന് അവൻ പറഞ്ഞു. സെക്യൂരിറ്റി സംശയത്തോടെ നോക്കി. ഇപ്പോൾ ഇവിടെ ജോലിയില്ല. ജോലിയല്ല, എനിക്ക് ഉമ്മുൽ ഖൈർ ഉമ്മയെ കാണണം. മാഫി, ഒരു 5 മിനിറ്റ് മാത്രം. മാഫി, ദയവായി. ലാ. ഓരോ വാക്കും ഷാമിലിൻ്റെ ഹൃദയത്തിൽ കല്ല് പോലെ വീണു. അവൻ ഇംഗ്ലീഷിൽ പറഞ്ഞു. പ്ലീസ്, ഐ വർക്ക്ഡ് ഹിയർ ഫോർ മെനി ഇയേഴ്സ്. നോ എൻട്രി. ഐ ജസ്റ്റ് വാണ്ട് ടു മീറ്റ് മാഡം ഉമ്മുൽ ഖൈർ. നോ പെർമിഷൻ. ഐ ആം ലൈക്ക് ഹെർ സൺ. നോ. ഗേറ്റ് അടഞ്ഞു തന്നെ നിന്നു. അതെ, ഞാൻ അവരുടെ മകൻ്റെ സ്ഥാനത്ത് നിന്നതാണ്. എൻ്റെ ഉമ്മയുടെ സ്ഥാനത്താണ് ഉമ്മുൽ ഖൈർ എന്നായിരുന്നു അവർ പറഞ്ഞത്. പക്ഷേ നടന്നില്ല. ഷാമിൽ ഒരു നിമിഷം ഗേറ്റിനകത്തേക്ക് നോക്കി. അകലെ അതേ കൊട്ടാരം, അതേ പൂന്തോട്ടം, അതേ ഈത്തപ്പനകൾ. പക്ഷേ ഇന്നവന് അത് അന്യായമായിരുന്നു. അവൻ വീണ്ടും പറഞ്ഞു, ഞാൻ അജുവ തോട്ടത്തിലായിരുന്നു ജോലി ചെയ്തിരുന്നത്, ഇവിടെയല്ല. സെക്യൂരിറ്റി മറുപടി പറഞ്ഞു. അവിടെ മാനേജറെ കാണൂ. പക്ഷേ ആദ്യം ഉമ്മുൽ ഖൈറിനെ. ഇമ്പോസിബിൾ. വീണ്ടും നിരാകരണം. ഷാമിൽ ഗേറ്റിൻ്റെ വശത്ത് തളർന്നിരുന്നു. ഇനി എങ്ങോട്ട് പോകും? അപ്പോഴും സെക്യൂരിറ്റി വീണ്ടും വന്നു. ഇവിടെ ഇരിക്കാൻ പറ്റില്ല. കുറച്ച് സമയം
അതെ, ക്യാമറയുണ്ട്. ഞാൻ ആരെയും ബുദ്ധിമുട്ടിക്കില്ല. ഇല്ല, ദയവായി. ഷാമിൽ സങ്കടം സഹിക്കാൻ കഴിയുന്നില്ല. ഇവിടെ ഇരുന്നാൽ എനിക്ക് പ്രശ്നമാകും. ഷാമിൽ പതുക്കെ എഴുന്നേറ്റു. കാലുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. വിശപ്പ് വയറിനെ കത്തിച്ചു തുടങ്ങി. രാവിലെ വിമാനത്തിൽ നിന്ന് കിട്ടിയ ജ്യൂസിന് ശേഷം ഒന്നും കഴിച്ചിട്ടില്ല. പക്ഷേ വിശപ്പിനേക്കാൾ വലിയ വേദനയായിരുന്നു. അവൻ ഗേറ്റിന് പുറത്തുള്ള മതിലിൻ്റെ നിഴലിൽ നിന്നു അകത്തേക്ക് നോക്കി. ഉമ്മ! അറിയാതെ ആ വിളി പുറത്തു വന്നു. നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ, ഞാൻ വന്നെന്നറിഞ്ഞിരുന്നെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ, നിങ്ങളൊരിക്കലും എന്നെ ഗേറ്റിന് പുറത്ത് നിർത്തുമായിരുന്നില്ല. അവൻ്റെ കണ്ണുനീർ കവിളിലൂടെ ഒഴുകി. അവൻ ആകാശത്തേക്ക് നോക്കി. റബ്ബേ, ഇതാണോ എൻ്റെ പരീക്ഷണം? നാട്ടിൽ പോയപ്പോൾ എല്ലാവരും എന്നെ കുറ്റക്കാരനാക്കി. ഞാൻ ചെയ്യാത്ത കുറ്റത്തിന് ഞാൻ സ്നേഹിച്ചവളെ ചതിച്ചവനെന്ന് വിളിച്ചു. ഞാൻ രക്ഷിക്കാം, ഞാൻ ബുഷിയെ രക്ഷിക്കാനാണ് ശ്രമിച്ചത്, അല്ലാതെ ഞാനെന്ന് പറഞ്ഞ് നശിപ്പിച്ചെന്ന്. അവളുടെ ഉമ്മ പോലും എന്നെ വിശ്വസിച്ചില്ല. ഇപ്പോൾ ഞാൻ സ്വന്തം ഉമ്മയായി കണ്ട ഈ വീട്ടിൽ പോലും, ഞാൻ സ്വന്തം മകനായി ജീവിച്ച ഈ വീട്ടിൽ പോലും എനിക്ക് പ്രവേശനമില്ല. എല്ലാ വാതിലുകളും അടയുകയാണോ റബ്ബേ? അവൻ്റെ ശബ്ദം വിറച്ചു. കണ്ണുനീർ നിർത്താനായില്ല. കാറ്റ് ചൂടായിരുന്നു, പക്ഷേ അവൻ്റെ ശരീരം തണുത്തതുപോലെ. വിശപ്പ്, ക്ഷീണം, ഉറക്കമില്ലായ്മ, മാനസിക വേദന എല്ലാം ഒരുമിച്ച് അവനെ തളർത്തി. അവൻ്റെ തോളിലെ ബാഗ് താഴെ വെച്ചു. അതിനെ തലയണയാക്കി മതിലിൽ ചാരിയിരുന്നു. വീണ്ടും സെക്യൂരിറ്റി വന്നു. ലാ, ഇത് പറ്റില്ല, ഇവിടെ ഇരിക്കരുത്. ഈ പ്രാവശ്യം ശബ്ദം കുറച്ച് മൃദുവായിരുന്നു. എവിടേക്ക് പോകും? ഷാമിൽ നിസ്സഹായനായി ചോദിച്ചു. സെക്യൂരിറ്റി ഒരു നിമിഷം മിണ്ടാതെ നിന്നു. ശേഷം പതുക്കെ പറഞ്ഞു, എനിക്ക് ഇവിടുത്തെ നിയമത്തിൽ അനുസരിച്ചേ മതിയാവൂ. അത് ലംഘിച്ചാൽ എൻ്റെ ജോലി പോകും. ഷാമിൽ തല കുനിച്ചു. നിന്നെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. അവൻ എഴുന്നേറ്റു. വീണ്ടും നടന്നു. പക്ഷേ രണ്ടടി നടന്നപ്പോഴേക്കും തല ചുറ്റി. ശരീരം ആടിപ്പോയി. ബാഗ് കയ്യിൽ നിന്നും താഴെ വീണു. അതിനുള്ളിലുണ്ടായിരുന്ന ചെറിയ ഖുർആൻ നിലത്തേക്ക് വഴുതി വീണു. അത് കണ്ട ഷാമിൽ വേഗം തന്നെ അത് കുനിഞ്ഞെടുത്തു. നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അവൻ്റെ ചുണ്ടുകൾ വിറച്ചു. റബ്ബേ, നീ മാത്രമേ എനിക്കുള്ളൂ റബ്ബേ. മനുഷ്യരുടെ വാതിലുകളെല്ലാം അടഞ്ഞാലും നിന്റെ വാതിൽ മാത്രം അടയരുതേ അല്ലാ. അവൻ ഖുർആൻ നെഞ്ചോട് ചേർത്ത് കരഞ്ഞു. അത് കണ്ടു നിന്ന സെക്യൂരിറ്റിയുടെ മുഖത്ത് പോലും ഒരു മാറ്റം വന്നു. എന്നാൽ അയാൾക്ക് ഒന്നും ചെയ്യാനായില്ല. നിയമം അയാളുടെ കൈകളെ ബന്ധിച്ചിരുന്നു. കാരണം അപരിചിതരായ ആര് വന്നാലും കടത്തിവിടരുത് എന്നാണ് നിർദ്ദേശം. അപ്പോൾ കൊട്ടാരത്തിൻ്റെ അകലെ ഒരു ജനലിലെ തിരശ്ശീല പതുക്കെ ഇളകി. ആരോ പുറത്തേക്ക് നോക്കുന്ന പോലെ. പക്ഷെ അത് ആരാണെന്ന് ഷാമിലിന് അറിയില്ലായിരുന്നു. അവൻ്റെ ജീവിതം മാറ്റിമറിക്കുന്ന ഒരു നിമിഷം അതിന് പിന്നാലെ എത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഉച്ചയുടെ കനത്ത ചൂട്. ആ ഈത്തപ്പഴമരങ്ങളുടെ തണലുകൾ മാത്രമാണ്. മരുഭൂമിക്കാറ്റ് തീ പോലെ മുഖത്തേക്ക് അടിച്ചു കയറുന്നു. വലിയ ഇരുമ്പ് ഗേറ്റിന് പുറത്തായി മതിലിൻ്റെ തണലിൽ തളർന്നിരിക്കുകയായിരുന്നു ഷാമിൽ. തോളിലെ ചെറിയ ബാഗ് അരികിൽ നെഞ്ചോട് ചേർത്ത് പിടിച്ച ചെറിയ ഖുർആൻ കണ്ണുകൾ അടഞ്ഞിരിക്കുന്നു. മുഖം ക്ഷീണത്താൽ വാടിയിരിക്കുന്നു. അകലെ നിന്ന് ആ കാഴ്ച നോക്കിയിരിക്കുകയായിരുന്നു പുതിയ സെക്യൂരിറ്റി ഗാർഡ്. അയാൾ വീണ്ടും അതാ അടുത്തേക്ക് പോകണമെന്ന് വിചാരിച്ചു. കാരണം ഷാമിൽ അല്പം നടന്ന് എത്തിയിരുന്നു. പക്ഷേ കഴിഞ്ഞില്ല. ഉയരമുള്ള ശരീരം, പട്ടാള യൂണിഫോം, അരയിൽ തോക്ക്. എന്നാൽ ഇപ്പോൾ അയാളുടെ കണ്ണുകൾ കർക്കശമല്ലായിരുന്നു, അല്പം ദയുള്ളതുപോലെ. അയാൾ പതുക്കെ നടന്ന് ഷാമിലിൻ്റെ അടുത്തെത്തി. അഹേ കംല തജ്ലിസ് ഹുന. സഹോദര, എഴുന്നേൽക്കൂ, ഇവിടെ ഇരിക്കരുത്. ഷാമിൽ പതുക്കെ കണ്ണുകൾ തുറന്നു. എഴുന്നേൽക്കാൻ ശ്രമിച്ചു. പക്ഷേ ശരീരം അനങ്ങിയില്ല. വിശപ്പും ക്ഷീണവും അവനെ തളർത്തിയിരുന്നു. അവൻ വീണ്ടും മതിലിലേക്ക് ചാരിയിരുന്നു. അപ്പോൾ സെക്യൂരിറ്റിക്ക് അല്പം ഒരു ക്ഷമ തോന്നുകയാണ്. അവൻ്റെ വിറക്കുന്ന കൈകൾ കൊണ്ട് ആ ഖുർആൻ മുറുകെ പിടിക്കുന്നുണ്ട്. സെക്യൂരിറ്റി ഒരു നിമിഷം ഞെട്ടി. ഷാമിലിൻ്റെ കൈകളിൽ നിന്ന് ആ ഖുർആൻ ഏതാനും നിമിഷങ്ങൾക്കകം വിറച്ചു വീഴും എന്ന് ഉറപ്പായി. വേഗത്തിൽ തന്നെ സെക്യൂരിറ്റി അത് കുനിഞ്ഞെടുത്തു. ഇരു കൈകളിലും ആദരവോടെ പിടിച്ചു. അല്ലാഹ്, പൊടി പതിഞ്ഞത് സാവധാനം തട്ടിക്കളഞ്ഞു. ശേഷം ഷാമിലിൻ്റെ കൈകളിലേക്ക് തിരികെ നൽകി. ഷാമിൽ ഖുർആൻ വീണ്ടും നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അവൻ്റെ കണ്ണുകളിൽ കണ്ണുനീർ നിറഞ്ഞു. സെക്യൂരിറ്റിയുടെ മനസ്സിലും എന്തോ ഉരുകി. അയാൾ കുറച്ചു നിമിഷം മിണ്ടാതെ നിന്നു.
പിന്നീട് മൃദുവായ ശബ്ദത്തിൽ ചോദിച്ചു, ഹൽ ഹന്ത ജാൾ, നിനക്ക് വിശക്കുന്നുണ്ടോ? ഷാമിൽ ചെറുതായി തല കുലുക്കി. അതെ. വീണ്ടും ചോദിച്ചു, മാ വേണോ? വെള്ളം വേണോന്ന്? ഷാമിലിന് സംസാരിക്കാൻ പോലും കഴിഞ്ഞില്ല. അവൻ വീണ്ടും തലകുലുക്കി. അതെ. സെക്യൂരിറ്റി ഒന്നും പറയാതെ അകത്തേക്ക് നടന്നു. അല്പസമയത്തിനകം തണുത്ത വെള്ളക്കുപ്പിയുമായി തിരികെ എത്തി. ഗേറ്റിനരികിലെ വലിയ ഈന്തപ്പനയിലേക്ക് അയാൾ നോക്കി. നിറയെ പഴുത്ത ഈത്തപ്പഴങ്ങൾ താഴെ വീണ് കിടക്കുന്നു. ദിവസവും ക്ലീനിങ് തൊഴിലാളികൾ അവ വാരിക്കളയാറാണ് പതിവ്. അയാൾ താഴെ വീണ നല്ല ഈത്തപ്പഴങ്ങൾ ഓരോന്നായി എടുത്തു. പൊടിയില്ലാത്തവ തിരഞ്ഞെടുത്തു. അടുത്തുള്ള ചെറിയ ഡാപ്പിൽ കഴുകി. കൈ നിറയെ ഈത്തപ്പഴങ്ങളുമായി ഷാമിലിൻ്റെ മുന്നിൽ മുട്ടുകുത്തിയിരുന്നു. തഫ്ലൽ യാ അഖി, ഇതാ സഹോദര. വെള്ളക്കുപ്പി അവൻ്റെ കയ്യിൽ കൊടുത്തു. ഈന്തപ്പഴങ്ങളും നീട്ടി. കുൽ വഷ്രിബ്, കഴിക്കൂ, വെള്ളം കുടിക്കൂ. ഷാമിൽ ഒരു നിമിഷം അവൻ്റെ മുഖത്തേക്ക് നോക്കി. കണ്ണുകളിൽ നന്ദി നിറഞ്ഞു. വിറയുന്ന ശബ്ദത്തിൽ പറഞ്ഞു, ജസാക്കല്ലാഹു ഖൈറ, അള്ളാഹു നിങ്ങൾക്ക് നന്മ നൽകട്ടെ. സെക്യൂരിറ്റി പുഞ്ചിരിച്ചു. അൽഹംദുലില്ലാ. ഷാമിൽ പതുക്കെ ആദ്യം ഈന്തപ്പഴം വായിലിട്ടു. മധുരം നാവിൽ പടർന്നു. എത്ര മണിക്കൂറുകൾക്ക് ശേഷമാണ് എന്തെങ്കിലും കഴിക്കുന്നത്? പിന്നെ കുറച്ച് വെള്ളം കുടിച്ചു. തണുത്ത വെള്ളം തൊണ്ടയിലൂടെ ഇറങ്ങിയപ്പോൾ അവൻ്റെ ശരീരം ഒന്ന് ശാന്തമായി. വീണ്ടും ഒരു ഈത്തപ്പഴം, വീണ്ടും ഒരു കവിൾ വെള്ളം. അവൻ്റെ കണ്ണുകളിൽ കണ്ണുനീരൊഴുകി. റബ്ബേ, മനുഷ്യരുടെ മനസ്സ് ഇങ്ങനെ മാറുമല്ലോ. കുറച്ചു മുമ്പ് എന്നെ ഇവിടുന്ന് പറഞ്ഞയച്ച മനുഷ്യൻ ഇപ്പോഴെനിക്ക് ഭക്ഷണം തരുന്നു. സെക്യൂരിറ്റി അരികിൽ നിന്നുകൊണ്ട് അവനെ നോക്കി. അതെ, അവനും ഒരു പ്രവാസിയായിരിക്കാം. അവനും ഒരിക്കൽ ദാരിദ്ര്യം കണ്ടവനായിരുന്നു. അതുകൊണ്ടാവാം ആ വിശപ്പിൻ്റെ മുഖം അവന് തിരിച്ചറിയാൻ കഴിഞ്ഞത്. അതേസമയം കൊട്ടാരത്തിൻ്റെ 2ാം നിലയിൽ വലിയ ജനാലക്കരികിൽ നിന്നുകൊണ്ട് പുറത്തേക്ക് നോക്കുകയായിരുന്നു ഉമ്മുൽ ഖൈർ. ഇന്നെന്തോ അവളുടെ മനസ്സിന് ഒരു സമാധാനവുമില്ല. അറിയാത്തൊരു ഭാരം. ജനലിലൂടെ ഗേറ്റിന് ഭാഗത്തേക്ക് നോക്കിയപ്പോൾ അകലെ ആരോ മതിലിനരികിൽ ഇരിക്കുന്നത് പോലെ തോന്നി. ആരാവും? അവർ സ്വയം ചോദിച്ചു. വീണ്ടും ശ്രദ്ധിച്ചു നോക്കി. പക്ഷേ വ്യക്തമായി കാണാൻ കഴിയുന്നില്ല. ക്യാമറ നോക്കാം. അവൾ സ്വന്തം മുറിയിലേക്ക് നടന്നു. ഭിത്തിയിൽ സ്ഥാപിച്ചിരുന്ന മോണിറ്ററുകൾ ഓൺ ചെയ്തു. ഗേറ്റിൻ്റെ ക്യാമറ മാത്രം. കറുത്ത സ്ക്രീൻ. ഹേ അല്ലാ! അവർ നെറ്റിയിൽ കൈവച്ചു. ഇതുവരെ നന്നാക്കിയില്ലേ? ഇന്നലെ തന്നെ ടെക്നീഷ്യനെ വിളിക്കാൻ പറഞ്ഞിരുന്നു. ഇപ്പോഴും തകരാറിലാണ്. അവളുടെ മനസ്സിൽ വിഷമം നിറഞ്ഞു. റബ്ബേ, പുറത്താരെങ്കിലും സഹായം തേടി വന്നിട്ടുണ്ടെങ്കിൽ, അവർ വെറുതെ മടക്കി അയക്കുകയാണെങ്കിൽ. അവരുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ കൈകൾ ഉയർത്തി. അല്ലാഹുമ്മ ഫർജിജ് ഹമ്മ കുല്ലു മഹ്മൂൻ. അല്ലാഹുവേ, വിഷമത്തിലായിരിക്കുന്ന ഓരോ മനുഷ്യൻ്റെയും പ്രയാസം നീ മാറ്റിക്കൊടുക്കണമേ. അല്ലാഹു മുർസുഖൽ ജാഇൽ വാവിൽ അരിയും. വിശക്കുന്നവർക്ക് ഭക്ഷണവും അന്യദേശത്തുള്ളവർക്ക് അഭയവും നൽകണമേ. അവൾ ദുആ ചെയ്യുമ്പോൾ അറിയില്ലായിരുന്നു, ആ ദുആയുടെ ഏറ്റവും അടുത്ത അർഹൻ സ്വന്തം മകനെ പോലെ സ്നേഹിച്ച ഷാമിൽ തന്നെയാണെന്ന്. ഗേറ്റിന് പുറത്തേക്ക് ഷാമിൽ അവസാനത്തെ ഈന്തപ്പഴവും കഴിച്ചു വെള്ളക്കുപ്പി അടച്ചു. ആകാശത്തേക്ക് നോക്കി. ഒരു ചെറുകാറ്റ് അവൻ്റെ മുഖത്ത് തഴുകിപ്പോയി. ആ ചൂടൻ മരുഭൂമിയിലും ആ കാറ്റിൽ അവനൊരു ഉമ്മയുടെ സ്നേഹത്തിൻ്റെ സ്പർശം അനുഭവപ്പെട്ടു. അവനറിയാമായിരുന്നു. അതേസമയം കൊട്ടാരത്തിനുള്ളിൽ ഉമ്മുൽ ഖൈറിൻ്റെ ഹൃദയവും അസ്വസ്ഥമായി മിടിക്കുകയാണെന്ന്. എന്താണെന്നറിയില്ല. ഉമ്മുൽ ഖൈറിന് എന്തെന്നില്ലാത്തൊരു അസ്വസ്ഥത, എന്തൊക്കെയോ ഒരു നഷ്ടപ്പെടുമോ, അല്ലെങ്കിൽ എന്നെ തേടി എന്തൊക്കെയോ എത്തുന്നുണ്ടോ എന്നൊക്കെ ഒരു തോന്നൽ. അവർക്ക് മനസ്സിന് സമാധാനമില്ലായിരുന്നു. അവരുടെ കൂടിക്കാഴ്ചയ്ക്ക് ഇനി അധികം സമയം ബാക്കിയില്ലായിരുന്നു. മരുഭൂമിയുടെ ആകാശത്ത് സൂര്യൻ തീ പെയ്യുകയായിരുന്നു. ഗേറ്റിന് പുറത്തുള്ള കോൺക്രീറ്റ് പോലും ചൂടിൽ വിറയ്ക്കുന്നത് പോലെ തോന്നി. 50 ഡിഗ്രി സെൽഷ്യസിന് മുകളിലായിരുന്നു ചൂട്. അകലെയുള്ള മൺകൂനകൾ പോലും ചൂടിൻ്റെ തരംഗത്തിൽ ഇളകുന്ന പോലെ. ഷാമിൽ തല ഉയർത്തി ഒരിക്കൽ മരുഭൂമിയിലേക്ക് തന്നെ നോക്കാൻ ശ്രമിച്ചു. പക്ഷേ കണ്ണുകൾ തുറന്നു നീർത്താൻ പോലും കഴിഞ്ഞില്ല. നേരെ ചൂട് കണ്ണിലേക്ക് കുത്തി ഇറങ്ങുന്നത് പോലെ. അപ്പോഴാണ് ദൂരെയുള്ള മസ്ജിദിൽ നിന്ന് ബാങ്ക് കേൾക്കുന്നത്. മസ്ജിദിൽ നിന്ന് ബാങ്ക് കേൾക്കുമ്പോൾ ഒരു നിമിഷം അവൻ കണ്ണുകൾ തുറന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ആ ശബ്ദം മരുഭൂമിയുടെ നിശബ്ദതയെ കീറി ഒഴുകി. ഷാമിലിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. റബ്ബേ, നിസ്കരിക്കണം. അവൻ പതുക്കെ എഴുന്നേൽക്കുവാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷേ കാലുകൾക്ക് ഭയമില്ല. ഇവിടെ നിന്ന് പള്ളിയിലേക്ക് നടക്കാൻ തന്നെ നല്ല ദൂരമുണ്ട്. ഒരു കാലത്ത് ഈ കൊട്ടാരത്തിനകത്തെ ചെറിയ മുസല്ലയിൽ
ഉമ്മുൽ ഖൈർ പറഞ്ഞത് തന്നെയായിരുന്നു. അവൻ ജമാഅത്തിൽ നിസ്കരിച്ചിരുന്നത്. അവിടെ കുറച്ച് ജോലിക്കാർക്കെല്ലാം അവൻ ഇമാമത്തായി നിന്നിരുന്നു. ഇന്ന് അതേ കൊട്ടാരത്തിൻ്റെ ഗേറ്റിന് പുറത്ത് വന്ന് ആകാശത്തേക്ക് നോക്കുവാൻ പോലും അവന് അവകാശമില്ല. നെറ്റ്വർക്ക് ഒന്നുമില്ല ഒന്ന് വിളിക്കാൻ. അതെ, ഇവിടുത്തെ സിമ്മ് മാറ്റണം, റീചാർജ്, അങ്ങനെ പല കാര്യങ്ങൾ. സെക്യൂരിറ്റി അത് ശ്രദ്ധിച്ചു. അവൻ എയർ കണ്ടീഷൻ ചെയ്ത ചെറിയ ഗാർഡ് റൂമിൽ നിന്ന് പുറത്തു വന്നു. യാ അഖി ഷംസുൽ ഹവിയത്തുൽ ജദ്. സഹോദര, വെയിൽ വളരെ കഠിനമാണ്. ഷാമിൽ ഒരു ചെറിയ പുഞ്ചിരി മാത്രം നൽകി. അറിയാം. സെക്യൂരിറ്റി ഗേറ്റിനകത്തുള്ള ചെറിയ മുറിയിലേക്ക് കൈ ചൂണ്ടി. അവിടെ അകത്ത് കയറാൻ എനിക്ക് അനുവാദം നൽകാൻ പറ്റില്ല. അവൻ്റെ ശബ്ദത്തിൽ നിസ്സഹായതയുണ്ടായിരുന്നു. ഞാൻ ഉത്തരവ് ലംഘിച്ചാൽ എൻ്റെ ജോലി പോകും. ഷാമിൽ ശാന്തമായി മറുപടി പറഞ്ഞു. നിന്നെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല സഹോദര. സെക്യൂരിറ്റി തല കുനിച്ചു. അവൻ ഈ വീട്ടിലെ കർശന സുരക്ഷയുടെ കാരണം നന്നായി അറിയാമായിരുന്നു. അവളെക്കുറിച്ച് പല അഭ്യൂഹങ്ങളും. ഒരാൾ പറയും അവൾ രക്ഷപ്പെട്ടുവെന്ന്. അത് സുലേഖ, അതായത് അറബിയുടെ രണ്ടാം ഭാര്യ. 2, 3, 4 എന്താണാവോ. അറബികൾക്ക് അങ്ങനെ പല ഭാര്യമാരും വരാറുണ്ട്. എന്നാൽ ഇത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഭാര്യയാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഒരു നിമിഷം അവൾ ഏത് നിമിഷവും പുറത്തു പോകാനും വരാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള സെക്യൂരിറ്റിയാണ്. സത്യം ആർക്കും അറിയില്ല. പക്ഷെ അതിനുശേഷം ഈ ഗേറ്റ് ഒരു കോട്ട പോലെ മാറിയിരിക്കുകയാണ്. ഓരോ വാഹനവും പരിശോധിക്കും, ഓരോ ആളെയും ചോദ്യം ചെയ്യും. അനുമതിയില്ലാതെ ഒരു പക്ഷി പോലും അകത്തേക്ക് വിടില്ല, അകത്തേക്ക് കടക്കില്ല. അതുകൊണ്ട് തന്നെ സെക്യൂരിറ്റിക്ക് ഷാമിലിനോട് സഹതാപമുണ്ടെങ്കിലും ഗേറ്റ് തുറക്കാൻ കഴിയില്ലായിരുന്നു. ഷാമിൽ വീണ്ടും മതിലിൽ ചാരിയിരുന്നു. അവൻ്റെ മനസ്സ് നാട്ടിലേക്ക് പറന്നു. അതെ, ഇവിടെ ഈത്തപ്പഴത്തോട്ടത്തിൽ ജോലി ചെയ്യുന്ന മുത്തുക്ക, റസിയ, അവർ അറബിയമ്മയുടെ വീട്ടിലേക്ക് പോയി എന്നൊക്കെ അറിഞ്ഞിരുന്നു. ഇപ്പോൾ എവിടെയാണോ എന്തോ. ഒന്നും ചോദിച്ചില്ല. വീട്ടിലെ ഓരോ കാര്യങ്ങളും തിരക്കും കാരണം. പിന്നെ ബുഷിയെക്കുറിച്ച് ഓർത്തത് മുതൽ മനസ്സ് വല്ലാതെ ഇങ്ങനെ വിങ്ങി പൊട്ടുമായിരുന്നു. എൻ്റെ ബുഷി, ഇക്കാൻ്റെ കൂടെ പോന്നൂടായിരുന്നു പൊന്നെ നിനക്ക്. അവന് ഒന്നിൽ നിന്നെ സുഖിപ്പിക്കാനും സന്തോഷിപ്പിക്കാനും ദാമ്പത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാനും കഴിയില്ല എങ്കിൽ എൻ്റെ പൊന്നുമോളെ ഇക്കാൻ്റെ കൂടെ പോന്നൂടായിരുന്നോ. ഷാമിൽ അതോർത്ത് വിതുമ്പി. അവരുടെ മുഖങ്ങൾ ഓർമ്മയിൽ തെളിഞ്ഞു. പെട്ടെന്നാണ് റസിയയെയും മുത്തുക്കയെയും കുറിച്ച് ആലോചിച്ചത്. അവർ അജുവാ തോട്ടത്തിലായിരിക്കും. ഒരു വട്ടം അവരെ കണ്ടിരുന്നെങ്കിൽ, എൻ്റെ കാര്യമൊന്ന് ഉമ്മുൽ ഖൈറിനെ ഒന്ന് അറിയിച്ചിരുന്നെങ്കിൽ, ഉമ്മുൽ ഖൈറിൻ്റെ ചെവിയിലെങ്കിലും ആ വാർത്ത എത്തിയിരുന്നെങ്കിൽ. പക്ഷേ അവിടേക്ക് നടക്കാൻ പോലും ശരീരത്തിന് ശക്തിയില്ല. അവൻ ബാഗ് നെഞ്ചോട് ചേർത്ത് പിടിച്ചു. മരുഭൂമിയിലെ ചൂട് കാറ്റ് വീശിക്കൊണ്ടിരുന്നു. അറിയാതെ അവൻ്റെ കണ്ണുകൾ പതുക്കെ അടഞ്ഞു. ക്ഷീണം, വിശപ്പ്, ഉറക്കമില്ലായ്മ, മനസ്സിൻ്റെ ഭാരം എല്ലാം ചേർന്ന് അവനെ മയക്കത്തിലേക്ക് തള്ളിവിട്ടു. ഗേറ്റിനരികിൽ അവൻ കിടന്നുറങ്ങുകയാണ്. നിസ്കരിക്കണം റബ്ബേ, പക്ഷെ കഴിയുന്നില്ല. എന്നാൽ അവന് അത് ആ കുപ്പിയിലെ ബാക്കി വെള്ളം കൊണ്ട് ഒളൂഹ് ചെയ്തു. അവിടെ തന്നെ അവൻ്റെ ഒരു ഷർട്ട് വിരിച്ച് നമസ്കരിച്ചു. എന്നാൽ ആ രാത്രി മുഴുവൻ ഷാമിൽ അവിടെ തന്നെ നിന്നു. അതെ, റബ്ബ് എന്നെ കാണുന്നുണ്ടാവും. പടച്ച റബ്ബ് എന്നെ രക്ഷിക്കും, അറിയാം. പിറ്റേന്ന് രാവിലെ സൂര്യൻ വീണ്ടും ഉദിച്ചു. ഗേറ്റിന് മുന്നിലൂടെ ഒരു കറുത്ത ആഡംബര SUV അതിവേഗത്തിൽ വന്നു. സെക്യൂരിറ്റി പെട്ടെന്ന് ജാഗ്രതയോടെ നിന്നു. റിമോട്ട് അമർത്തി. വലിയ ഇരുമ്പ് ഗേറ്റ് പതുക്കെ തുറന്നു. വാഹനം അകത്തേക്ക് കടക്കാൻ തുടങ്ങിയപ്പോൾ പിന്നിലെ സീറ്റിലിരുന്ന അറബിയുടെ കണ്ണ് ഗേറ്റിലേക്ക് പതിഞ്ഞു. അവിടെ ഒരാൾ കിടക്കുന്നു. അറബി നെറ്റി തുളിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു, മൻഹാദ, ഇതാരാണ്? സെക്യൂരിറ്റി ഉടനെ മറുപടി കൊടുത്തു, യാ സെയ്ദി, റജുലുൻ ജാ ബിൽ അംസ് യരീദ് മഖാബിൽ ഉമ്മുൽ ഖൈർ. സർ, ഇന്നലെ വന്നൊരാളാണ്. ഉമ്മുൽ ഖൈറിനെ കാണണമെന്നാണ് പറയുന്നത്. അറബിയുടെ മുഖം കടുത്തു. അത്രദ്, അവനെ പുറത്താക്കൂ. വീണ്ടും അവന് ഒന്നുകൂടെ നോക്കി. പക്ഷെ ഷാമിൽ ഒരു വശത്തേക്ക് തിരിഞ്ഞു കിടക്കുകയായിരുന്നു. മുഖം വ്യക്തമായിരുന്നില്ല. അറബിക്ക് അവനെ തിരിച്ചറിയാനായില്ല. വാഹനം പതുക്കെ അകത്തേക്ക് നീങ്ങി. സെക്യൂരിറ്റിയുടെ നെഞ്ചിടിപ്പ് കൂടി. ഇപ്പോൾ അയാൾ മുഖം കണ്ടിരുന്നെങ്കിൽ എന്തായനെ? അവനറിയാതെ ഷാമിലിനെ നോക്കി. അപ്പോഴും അവൻ ഉറക്കത്തിലായിരുന്നു. കൊട്ടാരത്തിനുള്ളിലേക്ക് വാഹനം മറഞ്ഞുപോയി. പക്ഷേ കൊട്ടാരത്തിൻ്റെ മുകളിൽ അതാ
ആ കണ്ണുകൾ വീണ്ടും ഗേറ്റിൻ്റെ ഭാഗത്തേക്ക് ശ്രദ്ധിച്ചു. അദ്ദേഹം പോയിട്ടുണ്ടോ എന്നറിയുവാൻ വേണ്ടിയിട്ട്. പക്ഷെ ഭർത്താവിനോട് ഉമ്മുൽ ഖൈർ മിണ്ടില്ല. ഭർത്താവുമായി നല്ല രീതിയിൽ അല്ലായിരുന്നു. അതെ, അജ്വ ഈത്തപ്പഴത്തോട്ടം ഒപ്പിട്ട് വാങ്ങുവാൻ വേണ്ടിയിട്ടാണ് അത് ഉമ്മുൽ ഖൈറിനെ അവർ പിടിച്ചു വച്ചിരിക്കുന്നത്. എന്തെന്നറിയില്ല ഉമ്മുൽ ഖൈർ അതൊരിക്കലും വിട്ടുകൊടുക്കില്ല എന്നതും. എന്നാൽ ഇപ്പോഴും ഭാര്യയും ഭർത്താവുമാണ് പേരിന്, അവർ വേർപിരിഞ്ഞിട്ടില്ല. എന്നാൽ അവർ യാതൊരു ബന്ധവുമില്ല. ഉമ്മുൽ ഖൈറിൻ്റെ അടുത്തേക്ക് ആരെങ്കിലും വരുന്നതും പോകുന്നതും നോക്കിയിരിക്കുകയാണ് അറബി. ഒരുപക്ഷെ ഉമ്മുൽ ഖൈറിനെ കാണാനാണ് ഷാമിൽ വന്നതെന്ന്, അത് ഷാമിലാണെന്നും അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? എന്തൊക്കെ തന്നെയാലും നമുക്കിതിൻ്റെ ബാക്കി ഭാവം കാത്തിരുന്ന് കാണാം. ഉമ്മുൽ ഖൈർ വരുമോ നമ്മുടെ ഷാമിലിനെ രക്ഷിക്കാൻ? എല്ലാ വിഷമങ്ങളും ദുഃഖങ്ങളും ഉമ്മുൽ ഖൈറിനോട് തുറന്നു പറഞ്ഞാൽ അതിനൊരു പരിഹാരം കാണാനാകുമോ? ബുഷി, ആ ബുഷിയുടെ മനസ്സ്, റബ്ബേ അല്ലാ പഠിച്ചോനെ എൻ്റെ പെണ്ണിനെ നീ കാത്തുരക്ഷിക്കല്ല, ഹൃദയം പൊട്ടി ഷാമിൽ ദുആ ചെയ്തിരുന്നു ആ ഗേറ്റിന് മുമ്പിൽ ഇരുന്നു കൊണ്ട്. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.